ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഇതൊരു വാക്ക് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആത്മാഭിമാനവും പ്രതികാരവും ഒത്തു പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദമാണ്. പശ്ചിമേഷ്യയുടെ ഹൃദയത്തിൽ നിന്നുയർന്ന ഈ മുന്നറിയിപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. തകർന്നാലും തലകുനിയാത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും നിലപാട് മാറ്റാത്ത ഒരു രാജ്യം, അതാണ് ഇറാൻ. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ആ രാജ്യത്തിന്റെ അടുത്ത നീക്കമാണ്. ഇറാന്റെ ദേശീയ സുരക്ഷാ തന്ത്രങ്ങളുടെ പ്രധാന ശില്പിയും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന അലി ലാരിജാനിയുടെ വധം ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലായിരുന്നു. ഇറാന്റെ വിദേശ നയങ്ങളും ആണവ ചർച്ചകളും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം ഇറാൻ ഒരു വ്യക്തിപരമായ നഷ്ടമായി മാത്രം കാണുന്നില്ല. ഇത് അവരുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായി കാണുന്നു. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ നേരിട്ട ഏറ്റവും വലിയ ആഘാതമായിരുന്നു ഇത്. എന്നാൽ ചരിത്രം കാണിച്ചു തരുന്നത് ഇറാൻ ഇത്തരം ആക്രമണങ്ങളിൽ തളരുന്ന രാജ്യമല്ല എന്നതാണ്. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും രഹസ്യ ആക്രമണങ്ങളും വരെ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടും ഇറാൻ നിലകൊണ്ടിട്ടുണ്ട്. ഈ ദീർഘകാല പ്രതിരോധ മനോഭാവമാണ് ഇന്നും ആ രാജ്യത്തിന്റെ ശക്തി. ലാരിജാനിയുടെ നഷ്ടം പോലും ഈ രാജ്യത്തെ ദുർബലമാക്കുന്നില്ല, മറിച്ച് കൂടുതൽ ഉറച്ച പ്രതികരണത്തിലേക്ക് നയിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സുപ്രീം നേതാവായ മുജ്തബ ഖമേനി രംഗത്തെത്തുന്നത്. പിതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അധികാരത്തിലെത്തിയെങ്കിലും മുജ്തബ ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകത്തെ തന്നെ കുലുക്കാൻ മതിയാകുന്നു. ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ പുറത്തിറക്കിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഈ രക്തസാക്ഷികളുടെ കൊലയാളികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരും. ഈ വാക്കുകൾ വികാരപരമായ ഒരു പ്രതികരണം മാത്രമല്ല, ഇത് ഇറാന്റെ ദീർഘകാല നയത്തിന്റെ ഭാഗമാണ്. സ്വാഭിമാനവും പ്രതിരോധവും ഉറച്ച പ്രതികാരവുമാണ് ആ നയം. ഇറാനെ പലപ്പോഴും ഒരു സൈനിക ശക്തിയായി മാത്രം കാണാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമാണ്. പശ്ചിമേഷ്യയിലെ ശക്തമായ മിസൈൽ സംവിധാനങ്ങൾ, വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന പ്രോക്സി നെറ്റ്വർക്കുകൾ, ദശാബ്ദങ്ങളായി സമ്മർദ്ദങ്ങൾ നേരിട്ട് വികസിപ്പിച്ചെടുത്ത ആഭ്യന്തര പ്രതിരോധ സംവിധാനം, ഇവയൊക്കെ ചേർന്നതാണ് ഇറാന്റെ യഥാർത്ഥ ശക്തി. ഒരു ദിവസം കൊണ്ടോ ഒരു നേതാവിന്റെ നേതൃത്വത്തിലോ മാത്രമല്ല ഈ ശക്തി രൂപപ്പെട്ടത്. ഇത് ദീർഘകാല തന്ത്രപരമായ വികസനത്തിന്റെ ഫലമാണ്. ഇതിനിടയിൽ ഇസ്രായേൽ എടുത്ത പുതിയ തീരുമാനം സംഘർഷത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നു. IDF-ന് ഏതെങ്കിലും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ വേട്ടയാടാനും തടയാനും അധികാരം നൽകിയതായി അവർ പ്രഖ്യാപിച്ചു. ഇത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു നീക്കമാണ്. ഇനി സൈനികർ മാത്രമല്ല, നേതാക്കളും നേരിട്ടുള്ള ലക്ഷ്യങ്ങളായി മാറുകയാണ്. ഈ രീതിയിലുള്ള നീക്കങ്ങൾ യുദ്ധത്തെ കൂടുതൽ അനിശ്ചിതവും അപകടകരവുമായ ഘട്ടത്തിലേക്ക് നയിക്കുന്നു. അതേസമയം മുജ്തബ ഖമേനിയെ കുറിച്ചുള്ള അനിശ്ചിതത്വം ഈ സംഘർഷത്തെ ശ്രദ്ധേയമായ ഒരു ഘടകമായി തുടരുന്നു. അദ്ദേഹം സുരക്ഷിതനാണോ, പരിക്കേറ്റിരിക്കുകയാണോ, അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളാൽ പൊതുജന ദൃഷ്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്കിലും ഇറാൻ അതിനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിഷേധിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അദ്ദേഹം സുരക്ഷിതനും ആരോഗ്യവാനുമായി ഇരിക്കുകയാണ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തി നിയന്ത്രിതമായ വിവരവിനിമയം മാത്രമാണ് നടക്കുന്നത്. പ്രതിസന്ധിയുടെ ഗുരുതര ഘട്ടങ്ങളിലും നേതൃസംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തിയും ക്രമശീലവും ഇവിടെ വ്യക്തമായി പ്രകടമാകുന്നു. പുറത്തേക്ക് ശബ്ദമോ വീഡിയോയോ പുറത്തുവിടാത്തത് ഒരു ദൗർബല്യമല്ല, മറിച്ച് കൃത്യമായ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലും ശക്തമാണ്. രാജ്യത്തിന്റെ സ്ഥിരതയും നേതൃസംരക്ഷണവും ഉറപ്പാക്കുന്നതിൽ ഇറാൻ സ്വീകരിക്കുന്ന ജാഗ്രതയും കൃത്യതയും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ആകെ കൂടി നോക്കുമ്പോൾ വിവരയുദ്ധവും പ്രചാരണങ്ങളും നിറഞ്ഞ ഈ ഘട്ടത്തിൽ പോലും ഇറാൻ തന്റെ ആഭ്യന്തര സംവിധാനങ്ങളിലേക്കുള്ള വിശ്വാസവും നിയന്ത്രണശേഷിയും തെളിയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ഇത് കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി കാണാം. ഇറാൻ പ്രതികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ്. അമേരിക്ക തുറന്ന പിന്തുണ നൽകുകയാണ്. ഈ മൂന്ന് ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടൽ ഒരു വലിയ പ്രാദേശിക യുദ്ധം മാത്രമല്ല, ആഗോളതലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ളതുമാണ്. അതേസമയം IRGC ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വാറിന്റെ 63ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. അത് കേവലം ഒരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ഇന്റലിജൻസ് മന്ത്രിക്കും രക്തസാക്ഷികൾക്ക് നൽകിയ ഉജ്ജ്വലമായ ആദരമായിരുന്നു. അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ മേഖലയിലെ അമേരിക്കൻ എണ്ണ സമുച്ചയങ്ങൾ അഗ്നിക്കിരയാക്കിക്കൊണ്ടാണ് ഇറാൻ തങ്ങളുടെ കരുത്ത് കാട്ടിയിരുന്നത്. ഈ മുഴുവൻ സംഭവ വികാസങ്ങളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഒരു വാക്കാണ്: ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഇതിനി ഒരു നേതാവിന്റെ വാക്കുകൾ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രതിജ്ഞയാണ്. ഇനി ലോകം കാത്തിരിക്കുന്നത് ആ വില എന്തായിരിക്കും എന്നതിലേക്കാണ്.